കാണുന്നത് മുത്തപ്പൻ്റെ ശക്തിയാണ്. ആ ശക്തി തീർച്ചയായും ഉണ്ട് എന്നുള്ളതിന് ഉദാഹരണമാണ് എൻ്റെ ലൈഫിലേക്ക് വന്ന ഏട്ടൻ. കാരണം ഞാൻ അറിയില്ല, ഞാനെന്ന വ്യക്തിയെ മുത്തപ്പൻ കിട്ടുന്ന ആൾക്ക് അറിയില്ല, എൻ്റെ ലൈഫ് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കുടിയേറി പോയപ്പോൾ അവിടെ നിന്ന് മുത്തപ്പൻ പറഞ്ഞ ഒരേ ഒരു വാക്ക്, എൻ്റെ ലൈഫിൽ വരാൻ പോകുന്ന കാര്യം മുത്തപ്പൻ തുറന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു ഭാഗ്യമാണ് എനിക്ക് വന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു 2 മാസത്തോളം എനിക്ക് ഭയങ്കര ഒരു ഡിപ്രഷൻ മാറി, എനിക്ക് എന്താ പറയണമെന്ന് അറിയില്ല. ആ ഒരു അവസ്ഥയിൽ ഏട്ടൻ പറഞ്ഞത്, ഞാനോ നീയോ വിചാരിച്ചാൽ ആവില്ല, കുഞ്ഞുമോളെ തന്നെ വിളിക്കാം, കുഞ്ഞുമോളെ നമുക്ക് പറശ്ശിനി പോകാൻ, നമുക്ക് മുത്തപ്പനെ കാണാൻ നമുക്ക്. അപ്പം ഞാൻ ഒന്നും ചിന്തിക്കാണ്ട് വായിട്ട് പോകാൻ, നമുക്ക് എനിക്ക് മുത്തപ്പൻ തന്നെയാണ്. നമ്മുടെ കണ്ണൂർക്കാരുടെ എന്താണ് സ്വകാര്യ അഹങ്കാരം എന്ന് പറയാം മുത്തപ്പൻ. ഞാൻ ഏട്ടനും മുത്തപ്പൻ്റെ അടുത്ത് പോയി കരഞ്ഞ് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാനും ഏട്ടനും കരഞ്ഞ് പറഞ്ഞു. 5 ദിവസം കൊണ്ട് എൻ്റെ ആ ഒരു വലിയൊരു പ്രശ്നം മാറ്റി തന്നത് എൻ്റെ മുത്തപ്പൻ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് മുത്തപ്പനിലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കാണ്. ആ ഒരു വീഡിയോ ഈ ചാനലുകാരൊക്കെ വന്ന് എടുത്തപ്പോഴും ഞാൻ പറഞ്ഞത്, എൻ്റെ വോയിസ് പോലും പുറം ലോകം കേൾക്കരുത്. കാരണം ഞാനത് മുത്തപ്പനോട് പറഞ്ഞ കാര്യമാണ്, അത് പുറം ലോകം അറിയരുത്. ഞാൻ കരയുന്നത് കണ്ടിട്ട് ഒരുപാട് കമൻസുകൾ എനിക്ക് വന്നു. എന്ത് വിഡിത്തമാണ് ഈ കാണിക്കുന്നത്, രൂപം അങ്ങനെ ഇങ്ങനെ വേഷം കെട്ടുന്നവരോട് നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ എന്നെ ആ വീഡിയോ കണ്ടിട്ട് അത്രയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യരാണ്, വിവരമില്ലേ, ഇങ്ങനെയുള്ള ദോഷങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്താ ചോറല്ലേ തരുന്നത്, കുറച്ച് ബുദ്ധിയില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞ ഒരേ ഒരു വാക്ക് അതേ ഉള്ളൂ, നിങ്ങൾ ഈ പറഞ്ഞതിന് മുത്തപ്പൻ തരും, അത്രേ ഉള്ളൂ. നമുക്ക് എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുത്തപ്പൻ തരും. മുത്തപ്പൻ വിളിച്ചാൽ വെളിപ്പെടുത്തെത്തുന്ന ദൈവം തന്നെയാണ് മുത്തപ്പൻ. 4 വരിയിൽ ശിവനെ ആരാധിക്കാനായി ഈ സമയം ചെലവഴിക്കുന്നു. ശിവശക്ത്യായുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലഃ സ്പന്ദിതുമപി അധസ്ത്വാ ആരാധ്യാം ഹരിഹര വിരഞ്ചാദിവിരഭീ പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യഃ പ്രഭവതി.